ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിൽനറി ഡിലൈറ്റ് ബൈ ഓഫിക്ക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്പെഷ്യൽ എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. 2 കപ്പ് അരിൻ്റെ അളവാണ് പറയുന്നത്. ബസ്മതി റൈസാണ് വേണ്ടത്. അരി വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരി വേവിച്ചെടുക്കാം. അതവിടെ വേവട്ടെ. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 സ്പൂണ് ചൂടായി വന്ന ഓയിലിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. അതൊന്ന് നമുക്ക് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു വെല്ലുള്ളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒന്ന് ഫുള്ളുമാണ്. ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊക്കെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. നന്നായി ഇളക്കാം. പിന്നെ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണേ. അരിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലുപ്പിടുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ചിടണേ. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടേ. ഇനി വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നത് റെഡി ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അതാ കാണാൻ നല്ല രസമുണ്ട് ഓരോ കളറൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കാണ്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം നമുക്ക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുത്തതാണ്. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം പൊടി കരിഞ്ഞു പോകാണ്ട് വേഗം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് അരി ആവുകയാണെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. റൈസ് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 5 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മുട്ടയാണ് ഇതിലേക്ക് ഇപ്പോൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇത് ജസ്റ്റ് ഒന്നായി വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതായത് മിക്സായിട്ട് ആ എഗ്ഗൊക്കെ ഒന്ന് വിട്ട് നിൽക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ അതാ ഏകദേശം ഇത് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാനും കൂടിയേ ഉള്ളൂ. ഒന്നും കൂടി വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പരിവാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഒന്ന് വിതറി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ടിഫിനായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അതാ റൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ റൈസ് ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അരി ഒടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എത്ര റൈസാണ് എടുക്കുന്നത് അതിനനുസരിച്ച് റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതാ കണ്ടോ, നല്ലൊരു രസമുണ്ടല്ലേ കാണാൻ, ഒരു യെല്ലോ കളറ്. ഇനി നമുക്ക് വേണമെങ്കിലൊരു മുട്ട പൊരിച്ചിട്ടൊക്കെ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. യോഗട്ട്, സലാഡ്, കെച്ചപ്പ് ഒക്കെ കൂട്ടാൻ പറ്റും അതിന്. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ബൈ.